എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. ബസലിക്ക ഓഫ് ദ നാറ്റിവിറ്റി, തിരുപ്പിറവി ദൈവാലയം, ജെറുസലേമിൽ നിന്ന് 8 കിലോമീറ്റർ അകലെ, സമുദ്രനിരപ്പിൽ നിന്നും 2500 അടി മുകളിലുള്ള പട്ടണം ബെത്ലഹേം. ക്രിസ്തുമസ് കാലഘട്ടം വർണ്ണാഭമാണ്. ജെറുസലേമിൽ നിന്ന് ഇന്നും കാൽനടയായി ക്രിസ്തുമസ് ആഘോഷിക്കാൻ ബെത്ലഹേമിലേക്ക് പോകുന്നവരുണ്ട്. ബെത്ലഹേമില് തിരുപ്പിറവി ദൈവാലയത്തിന് മുമ്പിൽ വന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു കോട്ട പോലെയാണ് കാണുക. 2-ാം നൂറ്റാണ്ട് മുതൽ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ലിഖിതങ്ങളുണ്ട്. ഹഡ്രിയാൻ തകർത്ത് കളഞ്ഞ സ്ഥലത്ത് കോൺസ്റ്റന്റൈൻ രാജാവും ഹെലന രാജ്ഞിയും കൂടി 325-ലാണ് വലിയ ബസലിക്ക പണിയുന്നത്. 529 സമരിയാക്കാർ ഇത് നശിപ്പിച്ച് തീയിടുന്നു. തുടർന്ന് ജസ്റ്റീനിയൻ ചക്രവർത്തി 540 ഇത് പുനരുദ്ധരിക്കുന്നു. പിന്നീട് പേർഷ്യക്കാരുടെ ആക്രമണത്തിൽ അവർ ഇത് നശിപ്പിക്കുന്നില്ല. കാരണം അവർ പള്ളിയിലേക്ക് കടന്നപ്പോൾ പൂജരാജാക്കന്മാരുടെ വേഷവിധാനത്തിൽ പേർഷ്യക്കാരുടെ വേഷവിധാനം കണ്ടപ്പോൾ അത് തങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് അവരതിനെ നശിപ്പിക്കാതെ പോകുന്നു എന്നാണ് പാരമ്പര്യം. തുടർന്ന് കുരിശുയുദ്ധക്കാരാണ് ഇതിനെ നവീകരിക്കുന്നത്. ഇവിടെയാണ് കിരീടധാരണം നടക്കുന്നത് രാജാവിൻ്റെ. 1300-കളിൽ ഫ്രാൻസിസ്കൻസും 1600-കളിൽ ഗ്രീക്ക് ഓർത്തഡോക്സുകാരും 1800-കളിൽ അർമേനിയൻസും ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ സ്വന്തമാക്കുന്നു. ഇന്നുള്ള ദേവാലയത്തിലേക്ക് നമ്മൾ കടക്കുന്നത് ഒരു കൊച്ചു കവാടത്തിലൂടെയാണ്. അതിൻ്റെ മുകളിൽ വലിയ കവാടങ്ങളുണ്ടായിരുന്നു. മുസ്ലിം കാലഘട്ടത്തിൽ കുതിരപ്പുറത്ത് അവർ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് തടയാൻ വേണ്ടിയാണ് അതിനെ ചെറിയ ഒരു കവാടമാക്കി മാറ്റിയത്. ഇതിനെ എളിമയുടെ കവാടം എന്നാണ് പറയുന്നത്. രാജാക്കന്മാരുടെ രാജാവിൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നവരൊക്കെ കുതിരപ്പുറത്ത് നിന്നിറങ്ങി കുമ്പിട്ടിട്ട് വേണം ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ. ദേവാലയത്തിൻ്റെ അകത്ത് കടന്നാൽ വലിയ തൂണുകളുള്ള പള്ളി, അതിൻ്റെ ഏറ്റവും അറ്റത്ത് ഗ്രീക്ക് ഓർത്തഡോക്സുകാരുടെ ഐക്കണോസ്താസിസ്, വലതുവശത്തൂടെ കടന്നാൽ അർമേനിയൻസിൻ്റെ ഭാഗം, അവിടെ നിന്ന് താഴോട്ടിറങ്ങാനുള്ള കൽപ്പടവുകളുണ്ട്. സൂക്ഷിച്ച് താഴോട്ടിറങ്ങിയാൽ ഇടതുഭാഗത്ത് പുൽത്തൊട്ടിയുടെ രംഗം ചിത്രീകരിച്ചിരിക്കുന്നു. വലത് നടുക്ക് ഉണ്ണീശോ പിറന്ന സ്ഥലം. 1717 അവിടെ സ്ഥാപിച്ച വെള്ളി നക്ഷത്രം, അതിൻ്റെ ഉള്ളിൽ എഴുതി വച്ചിട്ടുണ്ട് ഹിക് ദ വെർജിനെ മരിയ യേസുസ് ക്രിസ്തു നാത്തുസ് എസ്ത്. ഇവിടെ കന്യകാമാതാവിൽ നിന്ന് യേശു ജനിച്ചു. തീർത്ഥാടകരുടെ ഭക്തിപൂർവ്വം കുമ്പിട്ട് കമന്നു കിടന്ന് മുത്തുന്നു, തൊടുന്നു. ഇതിൻ്റെ പിന്നിലൂടെ മറ്റു ഗുഹകളിലേക്കുള്ള ഇടനാഴിയുണ്ട്. ഇടതുവശത്തൂടെ മുകളിലോട്ട് കയറിയാൽ മുകളിൽ ചുമരിൽ തോമാസിന്റെ സംശയം, സ്വർഗാരോഹണം, ജെറുസലേമിലേക്കുള്ള വിജയകരമായ പ്രവേശനം, രാജകീയ പ്രവേശനം, ഇതൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കടക്കുന്നത് കത്തോലിക്കരുടെ ബസലിക്കയിലേക്കാണ്. 1882 അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കത്തറീനയുടെ നാമത്തിലാണ് ഈ ദേവാലയം പണിതിരിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും ഭക്തി നിർഭരമായിട്ടുള്ള, ഏറ്റവും ആഘോഷമായിട്ടുള്ള ബെത്ലഹേമിലെ പാതിര കുർബാന നടക്കുക. യാസിർ അറാഫാത്ത് ഉണ്ടായിരുന്ന കാലത്ത് സ്ഥിരമായിട്ട് പുള്ളി അതിൽ പങ്കെടുത്തിരുന്നു. പാത്രിയാർക്കീസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ ഇന്നും അബുമസനും മറ്റു രാഷ്ട്രീയ നേതാക്കളും കുസ്തോസും പാത്രിയാർക്കീസും എല്ലാവരും ചേർന്ന് നടക്കുന്ന കുർബാന. ഈ കത്തോലിക്ക ബസലിക്കയുടെ വലതുവശത്ത് താഴോട്ടിറങ്ങാനുള്ള പടവുകളുണ്ട്. താഴെ ചെല്ലുമ്പോൾ ഗുഹകളാണ്. കർത്താവ് ജനിച്ചതിൻ്റെ നേരെ പുറകിലുള്ള ഗുഹ യൗസേപിതാവിൻ്റെ സ്വപ്നത്തെ ഓർക്കുന്നു. ഇടതുവശത്തുള്ള ഗുഹയിൽ ഉണ്ണി പൈതങ്ങളെ ഓർക്കുന്നു, നിഷ്കളങ്ക രക്തം ചിന്തിയതിൻ്റെ സ്ഥലം. വലതുവശത്ത് വിശുദ്ധ ജെറോം 30ഓളം വർഷം താമസിച്ച് ലത്തീൻ ബൈബിൾ തർജ്ജമ ചെയ്ത, വൂൾഗാത്ത ബൈബിൾ തർജ്ജമ ചെയ്ത സ്ഥലം. ഇവിടെ തന്നെ അദ്ദേഹത്തെ മരിച്ചടക്കിയിരിക്കുന്നു. പിന്നീട് കുരിശുദ്ധക്കാരാണ് ഭൗതിക അവശിഷ്ടങ്ങൾ റോമിലേക്ക് കൊണ്ടുപോയി മേരി മേജർ ബസലിക്കയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അവൻ മനുഷ്യനായി അവതരിച്ചത് നമ്മെ ദൈവപുത്രരാക്കാനാണ്. വചനം നമ്മുടെ ജീവിതത്തിലും മാംസം ധരിച്ച് നാമും ദൈവപുത്രരാകണം. അവൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നത് നമ്മുടെ കൂടെയായിരിക്കാനാണ്. നമുക്ക് അവനോടൊപ്പമായിരിക്കാം. ഏവർക്കും ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ വാഴുന്നു.